ഹായ്, ഇന്ന് ഞങ്ങളുടെ മൂന്നാമത്തെ ദിവസമാണ് മലേഷ്യയിൽ വന്നിട്ട്. ഇന്ന് ഞങ്ങൾ ബാട്ടു കേവ്സിൽ പോവുക. മലേഷ്യയിലെ വരുമ്പോൾ എല്ലാവരും കാണാൻ പോകുന്നതാണ് പ്രസിദ്ധമായ മുരുകൻ പ്രതിമ ഉണ്ടല്ലോ അവിടെ. പിന്നെ അവിടെ ലൈംസ്റ്റോൺ കേവ്സ് ഉണ്ട്, അതിൻ്റെ മുകളിലൊക്കെ കയറണം. പിന്നെ അത് കഴിഞ്ഞിട്ട് ഗെൻഡിങ് ഐലൻഡ്സിലേക്ക് പോകണം. അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. ഇവിടുന്ന് അരമണിക്കൂറോളം യാത്രയുണ്ട് ബാട്ടു കേവ്സിലേക്ക്. ഗ്രാബിൽ ബുക്ക് ചെയ്തിട്ട് ടാക്സി കാത്തിരിക്കുകയാണ്. ഞങ്ങൾ 7 പേരുണ്ട്, അതുകൊണ്ട് 2 വണ്ടി വേണ്ടി വരും ഞങ്ങൾക്ക്. ഗേറ്റിന് മുന്നിൽ വാഹനങ്ങളുടെ നല്ല തിരക്കാണ്. ഇവിടെ നിൽക്കാൻ പറ്റില്ല, അതുകൊണ്ട് തന്നെ പെട്ടെന്ന് റോഡ് ക്രോസ് ചെയ്തിട്ട് ഗേറ്റിനുള്ളിലേക്ക് വന്നു. ഇത് ഗേറ്റിൻ്റെ ഉൾഭാഗമാണ്. ഗേറ്റ് കടക്കുമ്പോൾ തന്നെ നേരെ മുന്നിൽ കാണാം നമുക്ക് ബാത്തുവും മലനിരകളും, അതിന് മുന്നിൽ പ്രസിദ്ധമായ മുരുകൻ പ്രതിമയും. ഞങ്ങളുടെ 2ാമത്തെ വണ്ടി ഇതുവരെ എത്തിയിട്ടില്ല, അവർ വരട്ടെ. അതുവരെ ഇവിടെയൊക്കെ ഒന്ന് കറങ്ങിയിട്ട് കാണാം. മലേഷ്യയിലെ ഏറ്റവും പ്രസിദ്ധമായ മുരുകൻ പ്രതിമ, ബാട്ടു കേവ്സിൻ്റെ മുന്നിലുള്ള മുരുകൻ പ്രതിമ. നല്ല ഹൈറ്റാണ് കേട്ടോ ഇതിനുള്ളത്. ദൂരെ നിന്ന് എടുക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഫുൾ വ്യൂ കിട്ടുള്ളൂ. അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ ഫുള്ളായിട്ട് നമുക്ക് കിട്ടില്ല. താഴെ കണ്ട ആൾക്കാരൊക്കെ നിൽക്കുന്നത്, ഈ ആളുകളൊക്കെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഇതിൻ്റെ ഹൈറ്റ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമ്മൾ നിൽക്കുന്ന അതേ ലെവലിലല്ല കേട്ടോ മുരുകൻ്റെ ഈ പാദങ്ങളൊക്കെ നിൽക്കുന്നത്. ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മുകളിലാണ്, പ്ലാറ്റ്ഫോമിലാണ് നിൽക്കുന്നത്. നമ്മുടെ തലയുടെയും കൂടുതൽ ഉയരത്തിലാണ് നിൽക്കുന്നത് പാദം വെച്ചത്. പ്രതിമയുടെ മുന്നിൽ ഇതിൻ്റെ 2 സൈഡിലുമായിട്ട് ക്ഷേത്രങ്ങളുണ്ട്. ഒന്ന് ഈ കാണുന്ന ക്ഷേത്രമാണ്, മറ്റേത് ഈ സൈഡിൽ ഇതാ ഈ ക്ഷേത്രം. ഈ 2 ക്ഷേത്രങ്ങൾക്കും അധികം പഴക്കമൊന്നുമില്ല. ഈ ഭാഗങ്ങളിലൊക്കെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നുണ്ട്. അതിൻ്റെ വെൽഡ് ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള ശബ്ദം ഇവിടെ വല്ലാതെ കേൾക്കുന്നുണ്ട്. പ്രാവുകളും കുരങ്ങന്മാരും ധാരാളമുണ്ട്. മുറ്റത്ത് പ്രാവുകൾ കുറേ ഉണ്ട്. ഇത്രയല്ല കേട്ടോ, ഇതിലും കൂടുതലുണ്ടായിരുന്നു. കുട്ടികളിങ്ങനെ ഓടിച്ചോടിച്ച് വിടുന്നതാണ്. ഇവിടെയൊക്കെ തീറ്റ വെതറി ഇടുന്നുണ്ട് തോന്നുന്നു, അതാണ് ഇത്രയും പേര് വന്നിരിക്കുന്നത്. കൂട്ടത്തോടെ ഈ പ്രാവുകൾ ഇങ്ങനെ വന്നിരിക്കുന്നതും പറന്നു വരുന്നതും കാണാൻ നല്ല രസമാണ്. തമിഴ്നാട്ടിലെത്തിയ ഒരു പ്രതീതിയാണ് ഇവിടെ വന്നപ്പോൾ. തമിഴ് വംശജരായ മലേഷ്യൻ പൗരന്മാർ കുറേ ഇവിടെ ഉണ്ടല്ലോ. ഇവിടെയൊക്കെ തമിഴ് സംസാരിക്കുന്നതും കേൾക്കാനുണ്ട്. തമിഴ്നാട്ടിലുള്ള പോലെ ക്ഷേത്രങ്ങളും പ്രത്യേക പെയിൻറ്റിംഗ് ഒക്കെ ഉള്ള ക്ഷേത്രങ്ങളാണല്ലോ തമിഴ്നാട്ടിൽ കാണുന്നത്. അതുപോലുള്ള ക്ഷേത്രങ്ങളും എല്ലാം കൂടി ശരിക്കും നമ്മളൊരു തമിഴ്നാട്ടിലെത്തിയ പോലെ ഉണ്ട്. ഇവിടെയുള്ള തമിഴ് വംശജരുടെ പഴനിമലയാണിത്. ബാട്ടു കേവ്സ് ഫോട്ടോ എടുക്കുന്നവരുടെ തിരക്കാണ്, നല്ല തിരക്കാണെന്നിവിടെ. നമുക്കതിനെ മാത്രമായിട്ട് കിട്ടില്ല. മലേഷ്യയിൽ വരുന്ന ടൂറിസ്റ്റുകൾ ഈ ബാട്ടു കേവ്സ് മിസ് ചെയ്യാറില്ല. കയറി പോകുന്ന കണ്ടില്ലേ. മലയുടെ മുകളിലാണ് കേവ്സ് ഉള്ളത്. 320 സ്റ്റെപ്സ് ഉണ്ട്. മുകളിലും ഒരു കവാടം കാണാനുണ്ട്, അവിടെയാണ് ബാത്തു കേവ്.
കേവിനുള്ളിലും ക്ഷേത്ര സമുച്ചയമാണ്. അതൊരു ഗുഹ എന്ന് പറയാനും പറ്റില്ല. ഉള്ളു പൊള്ളയായ വലിയൊരു പാറ പോലെയാണ്. മുകൾ ഭാഗം കുറച്ച് ഓപ്പൺ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഗുഹയ്ക്കുള്ളിൽ കയറിയാലും ആകാശം കാണാനും കഴിയും. കേവിലേക്ക് പോകാൻ ഡ്രസ് കോഡുണ്ട്. സ്ലീവ്ലെസ് ടോപ്പ്, ഷോർട്ട്സ് ഒന്നും ധരിക്കാൻ പാടില്ല. ഷോൾഡറും കാലിൻ്റെ മുട്ടും കവർ ചെയ്യുന്ന വസ്ത്രങ്ങൾ വേണം ധരിക്കാൻ. എൻ്റെ കൂടെ വന്നവരൊക്കെ കേവിലേക്ക് പോയിരിക്കുകയാണ്. ഞാനും ഹസ്ബൻഡും പോയിട്ടില്ല. കാൽമുട്ടിന് ചെറിയ വേദനയുള്ളതുകൊണ്ട് ഞങ്ങൾക്ക് ഇത്രയും സ്റ്റെപ്സ് കയറുന്നത് പ്രയാസം ഉണ്ടാക്കുമെന്ന് വിചാരിച്ചു. അവർ മുകളിലേക്ക് പോയതിന് ശേഷം മഴ നന്നായിട്ട് പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഞങ്ങൾ ഈ ക്ഷേത്രത്തിനകത്തേക്ക് കയറി. ഇവിടെ ഒരു പൂജാരിയുണ്ട്. അദ്ദേഹം ഇതാ പ്രസാദം കൊടുക്കുന്നു. എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. മഴ ശക്തി കൂടിയിട്ടുണ്ട്. പുറത്തിറങ്ങാൻ ഒരു രക്ഷയില്ല. കുടയുണ്ടെങ്കിലും നനയും. അതുകൊണ്ട് ഈ ക്ഷേത്രത്തിൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുകയാണ്. മുരുകൻ പ്രതിമയുടെ അടുത്ത് പോയിട്ട് വീഡിയോ എടുക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ മഴ കാരണം പോകാൻ പറ്റുന്നില്ല. മലേഷ്യയുടെ പ്രത്യേകതയാണ് ഈ മഴ. ഏത് സമയത്തും മഴ പെയ്യാൻ സാധ്യതയുണ്ട്. ഇവിടെ വരുമ്പോൾ കുട നിർബന്ധമായിട്ടും കയ്യിൽ കരുതണം. രോമെല്ലാം പോയിട്ടുണ്ട്. ആ പൂച്ചയുടെ കുരങ്ങനും വരുന്നുണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിൽ. കേവിലേക്ക് പോയവർ തിരികെ എത്തി. അവരെടുത്ത വീഡിയോ ആണ് ഈ കാണിക്കുന്നത്. ഇങ്ങനെയാണ് അതിൻ്റെ ഉള്ളിൽ. ക്ഷേത്രങ്ങൾ നല്ല വലിപ്പമുണ്ട്. ഉള്ളിൽ ക്ഷേത്രങ്ങളും ഉരുകി വലിച്ച പോലെ കാണപ്പെടുന്ന ചുണ്ണാമ്പ് പാറകളും ഈ ക്ഷേത്രങ്ങളും എല്ലാം കൂടി നല്ല മനോഹരമായ ഒരു കാഴ്ചയായിരുന്നു. മഴ നിർത്താതെ പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾക്കാണെങ്കിൽ ഇനി ജെൻഡിങ് ഹൈലാൻഡ്സിലേക്ക് പോകണം. മഴ തോരുന്നത് വരെ നിൽക്കാൻ പറ്റില്ല. അതുകൊണ്ട് ഞങ്ങൾ വലതുവശത്തെ ക്ഷേത്രത്തിൻ്റെ കുറച്ച് അപ്പുറത്തായിട്ട് ഒരു ഹനുമാൻ പ്രതിമയുണ്ട്. ഇവിടേക്ക് വന്നു. ഇവിടുന്ന് നമുക്ക് ഗ്രാബ് ബുക്ക് ചെയ്തിട്ട് പോകാം. ഈ ഭാഗത്ത് എത്തിയപ്പോൾ വൃത്തി അല്പം കുറവുള്ളതായിട്ട് കണ്ടു. മഴ നന്നായിട്ട് പെയ്തിട്ടുണ്ട് കേട്ടോ. ഇത് കണ്ടപ്പോൾ കേരളത്തിലൂടെയാണ് പോകുന്നതെന്ന് തോന്നും. റോഡിൽ നിറയെ വെള്ളം. ശക്തിയായിട്ട് മഴ പെയ്താൽ ഇവിടെയും ഇങ്ങനെയൊക്കെ ഉണ്ട്. ഞങ്ങൾ KL സിറ്റി സെൻറ്ററിലേക്ക് തന്നെ തിരിച്ചെത്തി. ഇനി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കയറുകയാണ്. ഇന്നത്തെ ലഞ്ച് മീ ഗുരങ്. ഇനി ഇവിടുന്ന് ബസ്സിലാണ് ജെൻഡിങ് ഹൈലാൻഡ്സിലേക്ക് പോകുന്നത്. അതിനു മുമ്പ് ഒരു ജ്യൂസ് കുടിക്കാമെന്ന് വെച്ചു. ഫുഡിൻ്റെ കൂടെ ഇവർ വെള്ളം തരില്ലല്ലോ. വെള്ളം വേണമെങ്കിൽ വേറെ വെള്ളം വാങ്ങി കുടിക്കുകയോ അല്ലെങ്കിൽ ജ്യൂസ് എന്തെങ്കിലും കുടിക്കുകയോ വേണം. മാംഗോ ഫ്രൂട്ട് ജ്യൂസ് വിത്ത് മാംഗോ ബിറ്റ്സ് ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത്. മാങ്ങ കഷ്ണങ്ങളൊക്കെ ഉണ്ടാവും എന്ന് വിചാരിച്ചു. ജ്യൂസ് ഉണ്ടാക്കാൻ കുറച്ച് സമയം എടുത്തിട്ടുണ്ട്. അതിൻ്റെ പ്രോസസ്സ് ഇതൊക്കെയാണ്. അധികം ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇനിയുള്ള കാഴ്ചകൾ അടുത്ത വീഡിയോയിൽ. ബൈ.